Learn Easy Online Education. Hi, it's me Harshida. Welcome to my new video. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ യൂണിറ്റ് നമ്പർ 23 ആണ്. കൺസ്ട്രക്ഷൻ ഓഫ് ഐഡന്റിറ്റീസ്. അതാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര്, കൺസ്ട്രക്ഷൻ ഓഫ് ഐഡന്റിറ്റീസ്. എന്താണ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നിർമ്മാണം എന്നാണ് അർത്ഥം. ഐഡന്റിറ്റീസോ വ്യക്തിത്വങ്ങളുടെ നിർമ്മാണങ്ങൾ. ഈ ഒരു പാഠഭാഗത്തില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വ്യക്തിത്വങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ നമുക്ക് ഇതിന്റെ ഇൻട്രൊഡക്ഷൻസ് ഒക്കെ നോക്കാം. കണ്ടന്റ്സ് ഒക്കെ എന്താന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ ആണ്. ദ സെർച്ച് ഓഫ് ഐഡന്റിറ്റി വരുന്നുണ്ട്. എറിക്സൺസ് കോൺട്രിബ്യൂഷൻ ടു ഐഡന്റിറ്റി കൺസ്ട്രക്ഷൻ, ഐഡന്റിറ്റി ആൻഡ് ഐഡന്റിഫിക്കേഷൻ, ഐഡന്റിറ്റി ഇൻ സോഷ്യോളജിക്കൽ തിയറി, മൾട്ടിപ്പിൾ ഐഡന്റിറ്റീസ്, നാഷണൽ ക്യാരക്ടർ ആൻഡ് ഐഡന്റിറ്റി സ്റ്റഡീസ്, കൺക്ലൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഐഡന്റിറ്റിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നല്ല കോംപ്രഹെൻസീവ് ആയിട്ട് സ്റ്റഡി ചെയ്യാൻ പോവാണ്. ഓക്കെ, വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ ആണ് വരുന്നത്. ഇൻട്രൊഡക്ഷൻ എന്താ പറയുന്നത് നോക്കാം. ഇൻട്രൊഡക്ഷൻ. Identities is how a person sees themselves and how others sees them. It included traits, beliefs, and experiences that make someone unique. Identity can shaped by culture, society, and personal choices. It helps people understand their place in the world and how they relate to others. ഒരു വ്യക്തി സ്വയം എങ്ങനെ കാണുന്നു, മറ്റുള്ളവർ അവരെ എങ്ങനെ കാണുന്നു, ഒരു സ്വയം എങ്ങനെ കാണുന്നു, മറ്റുള്ളവർ അയാളെ എങ്ങനെ കാണുന്നു എന്നതാണ് ഐഡന്റിറ്റി എന്നത്. ഐഡന്റിറ്റി ഒരാളുടെ മനോഭാവത്തിലാണ് ഇരിക്കുന്നത്. ഒരാൾ സ്വയം എങ്ങനെ കാണുന്നു എന്നുള്ള മനോഭാവം, മറ്റുള്ളവർ അയാളെ എങ്ങനെ കാണുന്നുള്ളൂ എന്നുള്ള ഒരു മനോഭാവമായിരിക്കും അതിന്റെ ഐഡന്റിറ്റി എന്നത്. ഒരാളെ അതുല്യനാക്കുന്ന സ്വഭാവ സവിശേഷങ്ങൾ, വിശ്വാസങ്ങൾ, അനുഭവങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സംസ്കാരം, സമൂഹം, വ്യക്തിപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ എന്നിവയാൽ എന്ത് ചെയ്യാം, ഐഡന്റിറ്റി രൂപപ്പെടുത്താം. ലോകത്തെ അവരുടെ സ്ഥാനവും മറ്റുള്ളവരുമായി അവർ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഇത് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഐഡന്റിറ്റി, ഹൗ വി സീ ourselves and others. It shapes our relationship based on similarities and differences. നമ്മളെയും മറ്റുള്ളവരെയും എങ്ങനെ കാണുന്നു എന്നതാണ് ഐഡന്റിറ്റി. സമാനതകളും വ്യത്യാസങ്ങളും അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് നമ്മുടെ ബന്ധങ്ങൾ എന്ത് ചെയ്യുന്നത്, രൂപപ്പെടുത്തുന്നത്. It meaning changes in different field. Some say it's used in sociology and anthropology is unclear. The term became popular in sociology in the 1950s but was not mentioned in major books before 1913. വ്യത്യസ്ത മേഖലകളിൽ അതിന്റെ അർത്ഥം മാറുന്നുണ്ട്. സാമൂഹിക ശാസ്ത്രത്തിലും നരവംശാസ്ത്രത്തിലും ഇതിന്റെ ഉപയോഗം വ്യക്തമല്ലെന്ന് ചിലർ പറയുന്നു. 1950കളിൽ ഈ പദം സാമൂഹ്യശാസ്ത്രത്തിൽ പ്രചാരത്തിലുണ്ട്. എന്നാൽ 1930 മുൻപ് ഇതിന്റെ പുസ്തകങ്ങളിലൊന്നും പരാമർശിച്ചിട്ടില്ല. പുസ്തകങ്ങളിലൊന്നും അതിനെക്കുറിച്ച് ആരും എഴുതിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. എറിക് എറിക്സൺ introduced the term in 1959 and discussed its unclear meanings. The word identity comes from the Latin idiom meaning same has been in English since 1500s. എറിക് എറിക്സണ് 1959 ഈ പദം അവതരിപ്പിക്കുകയും അതിന്റെ അവ്യക്തമായിട്ടുള്ള അർത്ഥങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഐഡന്റിറ്റി ലാറ്റിൻ വാക്കായുള്ള ഐഡിയം എന്നതിൽ നിന്നാണ് വന്നത്. ഐഡിയം എന്നതിന്റെ അർത്ഥം എന്താണ്? അതെ എന്നാണ് കേട്ടോ. അതെ എന്നർത്ഥം വരുന്ന വാക്കാണ് ഐഡന്റിറ്റി എന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. 1500 മുതൽ ഈ ഒരു വാക്ക് ഇംഗ്ലീഷിൽ നിലവിലുണ്ടെന്നാണ് പറയുന്നത്. The Oxford Dictionary defines identity in two ways. One focuses on complete sameness, which social scientists avoid. The other defines identity as a person's individuality and consistency over time. ഓക്സ്ഫോർഡ് നിഘണ്ടു 2 തരത്തിലാണ് ഐഡന്റിറ്റിയെ നിർവചിക്കുന്നത്. സാമൂഹിക ശാസ്ത്രജ്ഞർ ഒഴിവാക്കുന്ന പൂർണ്ണമായ സമാനതയിൽ ഒരാൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മറ്റൊന്ന് വ്യക്തിയുടെ വ്യക്തിത്വവും കാലക്രമേണയുള്ള സ്ഥിരതയുമായിട്ട് മാറുന്നു, ഐഡന്റിറ്റിയെ നിർവചിക്കുന്നു. ഒന്ന് വ്യക്തിയുടെ വ്യക്തിത്വവും കാലക്രമേണയുള്ള സ്ഥിരതയും, പിന്നൊന്നെന്താണ്, ഒരാളുടെ പൂർണ്ണമായിട്ടുള്ള സമാനതയിലുള്ള ഒരാളെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സമാന സ്വഭാവങ്ങളുള്ള ഒരാളുടെ വ്യക്തിത്വം, ഒരു കൂട്ടരും ആൾക്കാരുടെ വ്യക്തിത്വം നോക്കുകയാണെങ്കിൽ സമാന രീതിയിലുള്ള സ്വഭാവങ്ങളും അവർക്കിടയിൽ ഉണ്ടാകും. മാത്രമല്ല കാലക്രമേണ ഓരോ വ്യക്തിയുടെ സ്ഥിരതയും ഐഡന്റിറ്റിയും
മാറ്റമുള്ളതുമാണെന്നാണ് പറയുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ളതും ഉണ്ടാവും, മാറ്റങ്ങൾ സംഭവിക്കുന്നതും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. സോ നമുക്ക് നമ്മുടെ മെയിൻ കണ്ടന്റിലോട്ട് പോവാം. നെക്സ്റ്റ് ഹെഡിങ് 23.2 ദ സെർച്ച് ഫോർ ഐഡന്റിറ്റി. ഐഡന്റിറ്റിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ എന്നാണ് പറയുന്നത്. ഐഡന്റിറ്റിയെ കുറിച്ചുള്ള ഐഡന്റിറ്റിയെ കുറിച്ചുള്ള കണ്ടെത്തലുകളാണ് ഇനി നോക്കുന്നത്. പേഴ്സണൽ ഐഡന്റിറ്റീസ് മീൻ സ്റ്റേയിങ് ദ സെയിം പേഴ്സൺ ത്രൂ ഔട്ട് ലൈഫ്. ജോൺ ലോക്ക് 1619 and David Hume 1739 explored identity. Early anthropology denied individuality. Seeing all humans as one, Christianity also emphasized a unified self. Locke challenged this idea. വ്യക്തിത്വം എന്നാൽ ജീവിതത്തിനുടനീളം ഒരേ വ്യക്തിയായിട്ട് തുടരുക എന്നാണ് ജോൺ ലോക്കും ഡേവിഡ് ഹ്യൂമും പര്യവേഷണം ചെയ്തത്. ജീവിതത്തിലുടനീളം ഒരേ വ്യക്തിയായിട്ട് ഇരിക്കുക എന്നതാണ് ആര് പറഞ്ഞത്? ജോൺ ലോക്കും ഡേവിഡ് ഹ്യൂമും പറഞ്ഞത്. ആദ്യകാല നരവംശാസ്ത്രം വ്യക്തിത്വത്തെ നിഷേധിച്ചിരുന്നു. എല്ലാ മനുഷ്യരെയും അവരെന്ത് ചെയ്തു? ഒന്നായിട്ടാണ് കാണുന്നത്, ഓരോ വ്യക്തിയായിട്ടാണ്, ഒരേ വ്യക്തിത്വങ്ങളായിട്ടാണ് കണ്ടത്. ക്രിസ്തു മതം ഏകീകൃത സ്വത്വത്തിനും ഊന്നൽ നൽകി. ലോക്ക് ഈ ആശയത്തെ എന്ത് ചെയ്തു? വെല്ലുവിളിച്ചു. ക്രിസ്തു മതമായിരുന്നല്ലോ അന്ന് പ്രചാരത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്തു മതത്തിലുള്ള എല്ലാവരും ഒരേ വ്യക്തിത്വം പാലിക്കുന്നവരാണ്, എല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു രീതിയിലായിരുന്നു അന്ന് അവരെ കുറിച്ച് ആദ്യകാല നരവംശാസ്ത്രജ്ഞരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ആശയത്തെ എന്ത് ചെയ്തു? ലോക്ക് വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. റൈറ്റേഴ്സ് ലൈക്ക് D.H. ലോറൻസ് ആൻഡ് വേർഡ്സ്വർത്ത് എക്സ്പ്ലോർഡ് ഇൻഡിവിജ്വാലിറ്റി. ഇന്റലക്ച്വൽ ഡിബേറ്റഡ് ഐഡന്റിറ്റി അക്രോസ് എറാസ്. D.H. ലോറൻസും വേർഡ്സ്വർത്ത് തുടങ്ങിയ എഴുത്തുകാർ വ്യക്തിത്വത്തെ പര്യവേഷണം ചെയ്യുകയുണ്ടായി. ബുദ്ധിജീവികൾ കാലാകാലങ്ങളായിട്ട് ഐഡന്റിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടേയിരുന്നു. ഇമിഗ്രേഷൻ ഇൻഫ്ലുവൻസ്ഡ് ഐഡന്റിറ്റി, കോസിംഗ് alienation and loss of belonging. Early sociology did not focus on identity, but Oscar Hadley, the uprooted, mentioned it. Wilhelberg's Protestant Catholic Jew argued religion helped define identity. കുടിയേറ്റം വ്യക്തിത്വത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അന്യവൽക്കരണത്തിനും സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നതിനും കാരണമായിട്ടുണ്ട്. ആദ്യകാല സാമൂഹ്യശാസ്ത്രം ഐഡന്റിറ്റി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നില്ല. എന്നാൽ ഓസ്കാർ ഹാഡ്ലിന്റെ ദി അപ്രൂവ്ഡ് എന്ന് പരാമർശിച്ചു. വിൽഹെൽബർഗിന്റെ പ്രൊട്ടസ്റ്റന്റ് കത്തോലിക് ജൂ മതം സ്വത്വത്തെ നിർവചിക്കാൻ സഹായിച്ചുവെന്നും വാദിച്ചിട്ടുണ്ട്. കുടിയേറ്റം എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തികളെ സ്വാധീനിക്കുന്നുണ്ട്, അതായത് വ്യക്തിത്വത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. അന്യവൽക്കരണത്തിനും സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നതിന് എന്ത് കാരണമായിട്ടുണ്ട്? കുടിയേറ്റം അത് കാരണമാകുന്നുണ്ട്. ആദ്യകാല സാമൂഹ്യശാസ്ത്രം ഐഡന്റിറ്റിയിൽ എന്ത് ചെയ്തിരുന്നില്ല? ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഓസ്കാറിന്റെ ഹാൻഡ്ലിന്റെ ദി അപ്രൂട്ടന്റ് എന്ന പുസ്തകത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. വിൽ ഹെർബർഗിന്റെ പ്രൊട്ടസ്റ്റന്റ് കത്തോലിക് ജൂ മതവും സ്വത്വത്തെ നിർവചിക്കാൻ സഹായിച്ചുവെന്ന് അവർ വാദിക്കുന്നുണ്ട്. ഹെർബർഗ് ബിലീവ്ഡ് ഇമിഗ്രേറ്റ് ഐഡന്റിറ്റി ഷിഫ്റ്റഡ് ടു റിലീജിയസ് ഐഡന്റിറ്റീസ്. ഹാൻസൻസ് ലോ സ്റ്റേറ്റ്സ് വാട്ട് ദ സൺ wants to forget, the grandson wants to remember. കുടിയേറ്റ വ്യക്തിത്വങ്ങൾ മതപരമായ സ്വത്വങ്ങളിലേക്ക് മാറിയെന്ന് ഹെർബർഗ് വിശ്വസിച്ചു. ഹാൻസന്റെ നിയമം പറയുന്നത് മകൻ മറക്കാൻ ആഗ്രഹിക്കുന്നത് പേരക്കുട്ടികൾ ഓർക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. In the 1950s, identity was seen as a symbol. The Canadian identity. Later scholars saw identity as complex in changing societies. 1950കളിൽ ഐഡന്റിറ്റി ലളിതമായിട്ട് കാണപ്പെട്ടു. പിന്നീട് മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹങ്ങളിൽ വ്യക്തിത്വത്തെ സങ്കീർണമായിട്ട് പണ്ഡിതന്മാർ കാണുകയും ചെയ്തു. ഹെർബർഗിന്റെ വിശ്വാസങ്ങള് കുടിയേറ്റ വ്യക്തിത്വങ്ങൾ മതപരമായ സ്വത്വങ്ങളിലേക്ക് മാറിയെന്ന് ഹെർബർഗ് വിശ്വസിച്ചിട്ടുണ്ട്. അതായത് കുടിയേറുന്ന ഇപ്പൊ ഒരു നാട്ടിൽ നിന്ന് ഒരു നാട്ടിലേക്ക് കുടിയേറി. ഇപ്പൊ നമുക്ക് നോക്കാം, നമ്മൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറുകയാണെന്ന് വെച്ചോളൂ. അവിടെ എന്താണ് കൂടുതലായിട്ട് ഏത് മതമാണ് ഉള്ളത്? ക്രിസ്ത്യൻ മതമാണ് ഉള്ളത്. അപ്പൊ അതിനോടൊരു അനുയോജിപ്പ് അല്ലെന്നുണ്ടെങ്കിൽ അതിനോടൊരു താല്പര്യം, നമ്മൾ അവിടെ ജീവിക്കുന്നതുകൊണ്ട് അതിനോടൊരു താല്പര്യം തോന്നിയേക്കാം എന്നാണ് ഹെർബർഗ് പറയുന്നത്. ഹാൻസന്റെ നിയമം പറയുന്നത് മകൻ മറക്കാൻ ആഗ്രഹിക്കുന്നത് പേരക്കുട്ടി ഓർക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അതായത് നമ്മൾ ഇവിടുന്ന് കുടിയേറി മറ്റുള്ള ഫോറിൻ കൺട്രീസിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് അവിടുത്തെ ശൈലിയിൽ ജീവിക്കാനും അവിടുത്തെ ജീവിത രീതികൾ പുലർത്താനും അവിടെയുള്ള പോലെ ജീവിക്കാനുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മുടെ മക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പാരമ്പര്യത്തിൽ ജീവിക്കാനും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ, നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഈ ഒരു ജീവിതാവസ്ഥയോട് അവർക്ക് അനുകമ്പ തോന്നുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മക്കൾക്ക് എന്താണ്? നമ്മുടെ ഈ ഒരു ചുറ്റുപാടിനോട്
ആണ് ഇഷ്ടം തോന്നുക, അല്ലെങ്കിൽ അച്ഛന്റെയും അമ്മയുടെയും ആദ്യത്തെ പാരമ്പര്യ ആ ഒരു ജീവിതത്തിനോടായിരിക്കും അവർക്ക് താല്പര്യമുള്ളതെന്നാണ് ആര് പറയുന്നത്? ഹെർബർഗന്റെ നിയമം പറയുന്നത് അതാണ്. In the US, people believed in a melting pot identity. By the 1970s, events like the Vietnam War proved identity was more complex. Identity has changed over time, shaped by history, society, and personal experiences. യുഎസിലെ ആളുകൾ ദ്രവിക്കുന്ന പോട്ട് എന്ന ഐഡന്റിറ്റിയിൽ വിശ്വസിച്ചിരിക്കുന്നു. ഒരു ദ്രവിക്കുന്ന പോട്ട് എന്നാണ് ഐഡന്റിറ്റിയിൽ വിശ്വസിച്ചിരുന്നത്. 1970കളോടെ വിയറ്റ്നാം യുദ്ധം പോലുള്ള സന്ദർഭങ്ങൾ വ്യക്തിത്വം കൂടുതൽ സങ്കീർണമാണെന്ന് തെളിയിച്ചു. ചരിത്രം, സമൂഹം, വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ എന്നിവ രൂപപ്പെട്ട ഐഡന്റിറ്റി കാലക്രമേണ മാറി എന്നാണ് അദ്ദേഹം പറയുന്നത്. പോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ, നമ്മളൊരു രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ രീതികൾ പിന്തുടരില്ലേ, അതിനെയാണ് ഈ ദ്രവിക്കുന്ന പോട്ട് എന്ന് പറയുന്നത്, മെൽറ്റിംഗ് പോട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ മെൽറ്റായിട്ട് എന്ത് ചെയ്യും, ആ രാജ്യത്തിന്റെ രീതികളോടും ഒക്കെ മെൽറ്റായിട്ട് അവരെ പോലെ ജീവിക്കാനാണ് ആഗ്രഹിക്കുക എന്നാണ് ഈ മെൽറ്റിംഗ് പോട്ട് എന്നുള്ള ഐഡന്റിറ്റിയെ കുറിച്ച് മെൽറ്റിംഗ് പോട്ട് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത നമ്മുടെ ഹെഡിങ് 23.3 എറിക്സൺസ് കോൺട്രിബ്യൂഷൻ ടു ഐഡന്റിറ്റി കൺസ്ട്രക്ഷൻ ആണ് കേട്ടോ. എറിക്സൺ ആൻഡ് ഐഡന്റിറ്റി. Erik Erikson was a psychologist who worked mainly with the children. As a European refugee in the US, his experiences during World War II influences his idea about identity. His early writings were mostly or intellectual, but his book Childhood and Society made him widely popular. എറിക് എറിക്സൺ ഒരു മനഃശാസ്ത്രജ്ഞനായിരുന്നു. പ്രധാനമായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികളുമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. യുഎസിലെ ഒരു യൂറോപ്യൻ അഭയാർത്ഥി എന്ന നിലയിൽ രണ്ടാം ലോക മഹായുദ്ധ കാലത്തെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങള് സ്വത്വത്തെക്കുറിച്ചുള്ള ഐഡന്റിറ്റിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആശയങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യകാല രചനകൾ കൂടുതലും ബുദ്ധിജീവികൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലവും സമൂഹവും എന്ന പുസ്തകം അദ്ദേഹം വ്യാപകമായിട്ട് ജനപ്രിയനാക്കി. അതായത് അദ്ദേഹത്തിന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലേഖനം പോലെയായിരുന്നു അതുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. കുട്ടികളെ അടിസ്ഥാനമാക്കിയുള്ളത്. അതാണ് അദ്ദേഹത്തെ വ്യാപകമായിട്ട് ജനപ്രിയനാക്കിയത്. ഹി സ്റ്റഡി According to Erikson, identity exists both within a person and other culture. He believed American identities were shaped by freedom of choice. People felt they could always change direction in life. This flexibility was key to personal identities in the US. എറിക് പറയുന്നതിനനുസരിച്ച് ഒരു വ്യക്തിയിലും അവരുടെ സംസ്കാരത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ ഐഡന്റിറ്റി നിലനിൽക്കുന്നുണ്ട്, അതായത് അയാളുടെ വ്യക്തിത്വം നിലനിൽക്കുന്നുണ്ട്. അമേരിക്കൻ ഐഡന്റിറ്റി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ രൂപപ്പെട്ടതാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അമേരിക്കൻ ഐഡന്റിറ്റി എന്താണ്? തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ രൂപപ്പെട്ടതാണെന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. ജീവിതത്തിൽ എപ്പോഴും ദിശ മാറ്റാൻ കഴിയുമെന്ന് ആളുകൾക്ക് തോന്നി. ഈ വഴക്കം യുഎസിലെ വ്യക്തിത്വത്തിന്റെ താക്കോലായിരുന്നു. ജീവിതത്തിൽ എപ്പോഴും ദിശ മാറ്റാൻ കഴിയുമെന്ന് ആളുകൾക്ക് തോന്നി എന്നത് യുഎസിലെ വ്യക്തിത്വത്തിന്റെ താക്കോൽ. യുഎസിൽ അത്രത്തോളം സ്വാതന്ത്ര്യമുണ്ട് വ്യക്തികൾക്ക് എന്നാണ് പറയുന്നത്. ആ സ്വാതന്ത്ര്യത്തിൽ അതീതമായിക്കൊണ്ടാണ് അവരുടെ വ്യക്തിത്വങ്ങളെല്ലാം രൂപം കൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. Erikson focused on how adolescence shapes identity. He believed teenage years are when a person fully forms their sense of self, linking their past experiences to their future goals. കൗമാരം ഐഡന്റിറ്റിയെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതിൽ എറിക്സന് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഒരു വ്യക്തി അവരുടെ മുൻകാല അനുഭവങ്ങളെ അവരുടെ ഭാവി ലക്ഷ്യങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് അവരുടെ സ്വയം ബോധം പൂർണ്ണമായിട്ടും രൂപപ്പെടുത്തുന്നതാണ് കൗമാര വർഷമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. കൗമാരം ഐഡന്റിറ്റി രൂപീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മുൻകാല അനുഭവങ്ങളും അവരുടെ സ്വയം ബോധം പൂർണ്ണമായിട്ട് രൂപപ്പെടുത്തുന്നതാണ് കൗമാര കാലഘട്ടം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൗമാര കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് പിന്നീട് അവരങ്ങോട്ട് അവരുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഫ്രൂഡിയൻ ഇൻഫ്ലുവൻസ് ഓൺ ഐഡന്റിറ്റി. ലിഗമണ്ട് ഫ്രൂഡിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഫ്രൂഡിയൻ ഇൻഫ്ലുവൻസ് ഓൺ ഐഡന്റിറ്റിയാണ് പറയുന്നത്. Erikson was influenced by Sigmund Freud. He believed identity forms deep in the mind and remains stable through life. Even during major changes, he thought identity develops through socialization, where people adopt cultural norms, statuses and roles. എറിക്സനെ സ്വാധീനിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. സ്വന്തം മനസ്സിന്റെ ആഴത്തിൽ രൂപപ്പെടുമെന്നും വലിയ മാറ്റങ്ങളിൽ പോലും ജീവിതത്തിൽ സ്ഥിരത നിലനിൽക്കുമെന്നും അദ്ദേഹം വിശ്വസിച്ചു. ആളുകൾ സാംസ്കാരിക മാനദണ്ഡങ്ങളും പദവികളും റോളുകളും സ്വീകരിക്കുന്ന സാമൂഹിക വൽക്കരണത്തിലൂടെയാണ് സ്വത്വം വികസിക്കുന്നതെന്നാണ് അദ്ദേഹം കരുതിയത്.
Even as people grow and change, they maintain an inner sense of sameness and continuity. Their identity is shaped by past experiences, emotions, and how society influences them. ആളുകൾ വളരുകയും മാറുകയും ചെയ്യുമ്പോൾ അവർ സമാനതയുടെയും തുടർച്ചയുടെയും ആന്തരിക ബോധം നിലനിർത്തുന്നുണ്ട്. മുൻകാല അനുഭവങ്ങൾ, വികാരങ്ങൾ, സമൂഹം അവരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ വ്യക്തിത്വം രൂപം കൊള്ളുന്നത് എന്നാണ് പറയുന്നത്. ഐഡന്റിറ്റി എന്നത് എന്താണ്? മനസ്സിന്റെ ആഴത്തിൽ രൂപപ്പെടുന്നതാണെന്നും വലിയ മാറ്റങ്ങളുള്ള ഉണ്ടെങ്കിൽ പോലും, ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിന്റെ സ്ഥിരത നിലനിൽക്കുമെന്നും എന്ത് ചെയ്തു, അദ്ദേഹം വിശ്വസിച്ചു. ഐഡന്റിറ്റി മാറാതെ തന്നെ നിലനിൽക്കുമെന്നും അദ്ദേഹം വിശ്വസിച്ച ഓരോ ആൾക്കാരുടെയും സാംസ്കാരിക മാനദണ്ഡങ്ങളും പദവികളും റോളുകളും സ്വീകരിക്കുന്ന സാമൂഹികവൽക്കരണത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഐഡന്റിറ്റി ഉണ്ടാകുന്നത്. സമാനതകൾ ഉണ്ടാകുമ്പോൾ ആന്തരിക ബോധം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഐഡന്റിറ്റി ഉപയോഗിച്ച് അവര് നിലനിർത്തുന്നുണ്ട്. സമൂഹം അവരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ, നേരത്തെ പറഞ്ഞ പോലെ കൗമാരഘട്ടത്തിൽ സമൂഹം അവരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിന്റെ അർത്ഥത്തിലായിരിക്കും അവർ അവരുടെ ഐഡന്റിറ്റിയെ രൂപപ്പെടുത്തുന്നത് എന്നാണ് ആര് പറയുന്നത്, സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത് കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. അടുത്ത നമ്മുടെ ഹെഡിങ് 23.4 ഐഡന്റിറ്റി ആൻഡ് ഐഡന്റിഫിക്കേഷൻ. അണ്ടർസ്റ്റാൻഡിങ് ഐഡന്റിഫിക്കേഷൻ. ഐഡന്റിറ്റിയും ഐഡന്റിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. വ്യക്തിത്വവും തിരിച്ചറിയലും, അതായത് വ്യക്തിത്വവും തിരിച്ചറിയലും. ഐഡന്റിഫിക്കേഷൻ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പൊ വ്യക്തിത്വവും അതിനെ തിരിച്ചറിയലിനെ കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ഐഡന്റിഫിക്കേഷൻ, എന്താണ് തിരിച്ചറിവ് അല്ലെങ്കിൽ തിരിച്ചറിയൽ എന്നൊക്കെ പറയാം. വാട്ട് ഈസ് ഐഡന്റിഫിക്കേഷൻ? Identification is how people connect with and take on traits from others. Sigmund Freud first used this idea in psychology to explain how children learn from their surrounding. In the 1940s and 1950s, it was really seen as a psychological process. എന്താണ് ഐഡന്റിഫിക്കേഷൻ? ആളുകൾ എങ്ങനെ ബന്ധപ്പെടുകയും മറ്റുള്ളവരിൽ നിന്നുള്ള സ്വഭാവ സവിശേഷതകൾ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഐഡന്റിഫിക്കേഷൻ എന്നതുകൊണ്ട് പറയുന്നത്. കുട്ടികൾ അവരുടെ ചുറ്റുപാടിൽ നിന്ന് എങ്ങനെ പഠിക്കുന്നു എന്ന് വിശദീകരിക്കാൻ സിഗ്മണ്ട് ഫ്രോയിഡ് ആദ്യമായിട്ട് ഈ ഒരു ആശയം ഉപയോഗിക്കുകയാണ്. മനഃശാസ്ത്രത്തിൽ ഉപയോഗിച്ചു. 1940കളിലും 1950കളിലും ഒരു മാനസിക പ്രക്രിയയായിട്ടാണ് ഇത് പ്രധാനമായിട്ടും കണ്ടത്. ഒരു മാനസിക പ്രക്രിയയായിട്ടാണ് എന്ത് കണ്ടത്, അന്ന് പ്രധാനമായിട്ടും കണ്ടത്. ഹൗ ഐഡന്റിഫിക്കേഷൻ. നെക്സ്റ്റ് നമ്മളെ ഹെഡിങ് 23.4 ഐഡന്റിറ്റി ആൻഡ് ഐഡന്റിഫിക്കേഷൻ. വ്യക്തിത്വവും തിരിച്ചറിയലും അല്ലെങ്കിൽ തിരിച്ചറിവ്. വാട്ട് ഈസ് ഐഡന്റിഫിക്കേഷൻ? ഐഡന്റിഫിക്കേഷൻ ഈസ് ഹൗ പീപ്പിൾ കണക്ട് വിത്ത് ആൻഡ് ടേക്ക് ഓൺ ട്രേറ്റ്സ് ഫ്രം അതേഴ്സ്. സിഗ്മണ്ട് ഫ്രോയിഡ് ഫസ്റ്റ് യൂസ്ഡ് ദിസ് ഐഡിയ in psychology to explain how children learn from their surrounding. In the 1940s and 1950s, it was mainly seen as a psychological process. എന്താണ് ഐഡന്റിഫിക്കേഷൻ? ആളുകൾ എങ്ങനെ ബന്ധപ്പെടുകയും മറ്റുള്ളവരിൽ നിന്നുള്ള സ്വഭാവ സവിശേഷതകൾ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഐഡന്റിഫിക്കേഷൻ. അതായത് ആളുകൾ എങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളതും മറ്റുള്ളവരിൽ നിന്നുള്ള സ്വഭാവ സവിശേഷതകൾ സ്വീകരിക്കുകയും, അതായത് മറ്റൊരാളെ കണ്ട് ഇൻസ്പയർ ആയിട്ട് അയാളെ പോലെ ആകാൻ ശ്രമിക്കല്ലോ. നമ്മൾ നല്ലൊരു ക്യാരക്ടർ കണ്ടാല് നമ്മൾ എന്ത് ചെയ്യും, അതുപോലെ ആകാൻ ശ്രമിക്കല്ലോ. ആ ഒരു ശ്രമത്തിനാണ്, ആ ഒരു പ്രവൃത്തിക്കാണ് എന്താണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. തിരിച്ചറിവ് എന്ന് പറയുന്നത് ആളുകൾ എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുകയും മറ്റുള്ളവരുടെ സ്വഭാവ സവിശേഷതകൾ നമ്മൾ തിരിച്ചറിയുകയും ചെയ്യുന്നു. ആ തിരിച്ചറിവിനനുസരിച്ച്, അറിയുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എന്തെന്ന് പറയുന്ന ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്, തിരിച്ചറിവ് എന്ന് പറയുന്നത്. കുട്ടികൾ അവരുടെ ചുറ്റുപാടിൽ നിന്ന് എങ്ങനെ പഠിക്കുന്നു എന്ന് വിശദീകരിക്കാൻ സിഗ്മണ്ട് ഫ്രോയിഡ് ആദ്യമായിട്ട് ഈ ഒരു ആശയം മനഃശാസ്ത്രത്തിൽ ഉപയോഗിച്ചു. 1940കളിലും 1950കളിലും ഒരു മാനസിക പ്രക്രിയയായിട്ടാണ് എന്ത് കണ്ടത്, ഐഡന്റിഫിക്കേഷൻ എന്നത് കണ്ടത്. ഹൗ ഐഡന്റിഫിക്കേഷൻ എക്സ്പാൻഡഡ്. എങ്ങനെയാണ് ഐഡന്റിഫിക്കേഷൻ വ്യാപിച്ചതെന്നാണ് ചോദിക്കുന്നത്. In 1954, Gordon Allport used identification to talk about ethnicity in his book The Nature of Prejudice, but modern scholars say that people don't always follow their parents' identity just because they are told to. ഐഡന്റിഫിക്കേഷൻ എങ്ങനെയാണ് വികസിച്ചതെന്നാണ് നമ്മൾ നോക്കുന്നത്. 1954 ഗോൾഡൻ ആൽപോർട്ട് തന്റെ ദി നേച്ചർ ഓഫ് പ്രജുഡൈസ് എന്ന പുസ്തകത്തിൽ വംശീയതയെ കുറിച്ച് സംസാരിക്കാൻ ഐഡന്റിഫിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ആധുനിക പണ്ഡിതന്മാർ പറയുന്നത് ആളുകൾ എപ്പോഴും മാതാപിതാക്കളുടെ ഐഡന്റിറ്റിയെ പിന്തുടരുന്നത് അവരോട് പറഞ്ഞത് കൊണ്ട് അല്ല എന്നാണ്.
ഒരാളുടെ മാതാപിതാക്കളുടെ ഐഡന്റിറ്റിയെ പിന്തുടരുന്നത് എന്തുകൊണ്ടല്ല, അവരോട് അത് പറഞ്ഞതുകൊണ്ടല്ല പിന്തുടരുന്നത്. അവർ കണ്ട് ശീലിച്ച് അവർ തിരിച്ചറിയുകയാണ് മാതാപിതാക്കളുടെ ഐഡന്റിറ്റി. മാതാപിതാക്കളെ പോലെയാണ് മക്കൾ ഭാവിയിലാകുക, അവരോടുള്ള പെരുമാറ്റം നന്നാക്കണം എന്നൊക്കെ പാരന്റിങ്ങിൽ നമ്മൾ പഠിക്കുമല്ലോ. ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. മാതാപിതാക്കളുടെ ആ ഒരു പ്രവൃത്തിയിൽ നിന്നുള്ള ഒരു തിരിച്ചറിവിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അവർ അവരുടെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തിരുന്നത്. ആ ഒരു ഐഡന്റിഫിക്കേഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അവരവരുടെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. അതല്ല ആരും നിർബന്ധിച്ചുകൊണ്ടോ പറഞ്ഞത് കൊണ്ടോ അല്ല, അവർ കണ്ടിട്ട് അതിൽ നിന്ന് തിരിച്ചറിവുണ്ടാവുകയാണ്, ഐഡന്റിഫൈ ചെയ്യുകയാണ്. മനസ്സിലായോ? Albert ideas helped connected identity to social theories about roles and group belonging. Food described identification as a person choosing and committing to an identity based on family, religion, work or culture. ആൽബർട്ടിന്റെ ആശയങ്ങൾ വ്യക്തിത്വത്തെയും റോളുകളെയും ഗ്രൂപ്പുകളെയും കുറിച്ചിട്ടുള്ള സാമൂഹിക സിദ്ധാന്തങ്ങളുമായിട്ട് ബന്ധിപ്പിക്കാൻ എന്ത് ചെയ്തു, സഹായിച്ചിട്ടുണ്ട്. ഫൂട്ട് 1951 കുടുംബം, മതം, ജോലി അല്ലെങ്കിൽ സംസ്കാരം എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു വ്യക്തിത്വം തിരഞ്ഞെടുക്കുകയും പ്രതിജ്ഞാബദ്ധമാക്കുകയും ചെയ്യുന്ന വ്യക്തിയായിട്ട് തിരിച്ചറിയൽ വിവരിക്കുന്നുണ്ട്. കുടുംബവും മതവും ജോലിയും സംസ്കാരം എന്നിവ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു വ്യക്തിത്വം തിരഞ്ഞെടുക്കുന്ന ഒരു പ്രതിജ്ഞാബദ്ധമാവുകയും ചെയ്യുന്ന വ്യക്തിയായിട്ട് ഒരു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുപ്പിനെ മാനിക്കുകയും ജീവിതത്തിൽ ഉടനീളം കൊണ്ടുപോകുകയും ചെയ്യും എന്നുള്ള ഒരു പ്രതിജ്ഞ, ഒരു സ്ഥിരത, ഒരു പ്രതിജ്ഞ അല്ലെങ്കിൽ ഒരു നിർബന്ധ ബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം. നിർബന്ധ ബുദ്ധിയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് എന്റെ തിരിച്ചറിയല് വിവരിക്കുന്നു, അതായത് ഐഡന്റിഫിക്കേഷന് വിവരിക്കുന്നു എന്നാണ് പറയുന്നത്. ആര് വിവരിക്കുന്നു? ഫൂട്ട് വിവരിക്കുന്നു. ഐഡന്റിറ്റി ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസ്. അടുത്തത് പറയുന്നത് ഐഡന്റിറ്റിയും സോഷ്യൽ ഇൻഫ്ലുവൻസും ആണ് കേട്ടോ. Identification is a mix of personal choice and social influence. As people grow, they shape and change their identity. J. Milton Younger linked identification to assimilation, where people from different backgrounds become part of new society. വ്യക്തിത്വവും സാമൂഹിക സ്വാധീനവും വ്യക്തിപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പിന് സാമൂഹിക സ്വാധീനത്തിന്റെയും മിശ്രിതമാണ് എന്ത് തിരിച്ച് വ്യക്തിത്വവും സാമൂഹിക സ്വാധീനവും വ്യക്തിപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പിന്റെയും സാമൂഹിക സ്വാധീനത്തിന്റെയും എന്താണ് മിശ്രിതമാണ് എന്തെന്ന് പറഞ്ഞ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആളുകൾ വളരുമ്പോൾ അവർ അവരുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുകയും മാറ്റുകയും ചെയ്യുന്നുണ്ട്. ജെ. മിൽട്ടൺ ഇങ്ങർ തിരിച്ചറിയലിന്റെ സ്വാംശീകരണവുമായി ബന്ധപ്പെടുത്തി. അവിടെ വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരു പുതിയ സമൂഹത്തിന്റെ ഭാഗമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഐഡന്റിഫിക്കേഷൻ സോഷ്യൽ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഐഡന്റിറ്റി ഉണ്ടാകുന്നത്. ഈ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസിനെ തിരിച്ചറിയുകയും തൻ്റെതായിട്ടുള്ള ഒരു സ്വത്വം രൂപീകരിക്കുന്നതിനെ ആണ് എന്ത് പറഞ്ഞത്, ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. Its identification in the US. In America, immigrants have either adopted the dominant white culture or kept their traditional identities. Younger believed that culture, not personal choices, decides identity shifts. യുഎസിലെ തിരിച്ചറിയൽ അമേരിക്കയിലെ കുടിയേറ്റക്കാർ ഒന്നുകിൽ പ്രബലമായ വെള്ള സംസ്കാരം സ്വീകരിക്കുക അല്ലെങ്കിൽ അവരുടെ പരമ്പരാഗത സ്വത്ത് നിലനിർത്തുകയോ ചെയ്തിട്ടുണ്ട്. അതായത് യുഎസിലെ ഐഡിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലെ കുടിയേറ്റക്കാർ ഒന്നുകിൽ പ്രബലമായ വെള്ള സംസ്കാരം സ്വീകരിക്കുക അല്ലെങ്കിൽ അവരുടെ പരമ്പരാഗത സ്വത്ത് നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. യുഎസിലേക്ക് കുടിയേറിയ ആൾക്കാർ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, അവരുടെ സംസ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ പിന്തുടർന്ന് അവരെ പോലെ ജീവിക്കാൻ പരിശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ അവരുടെ എവിടെ നിന്നാണ് അവർ വന്നത് അവരുടെ പരമ്പരാഗത കാര്യങ്ങളും സംസ്കാരങ്ങളും നിലനിർത്തുന്ന ആൾക്കാരുമുണ്ട്. വ്യക്തിപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകളല്ല, സംസ്കാരമാണ് സ്വത്ത് വ്യതിയാനങ്ങൾ തീരുമാനിക്കുന്നതെന്ന് യങ്ങർ വിശ്വസിച്ചു. വ്യക്തിപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ മാത്രമല്ല, സംസ്കാരം കൂടി സ്വത്ത് വ്യതിയാനങ്ങൾ തീരുമാനിക്കുന്നതെന്ന് യങ്ങർ വിശ്വസിച്ചു. എവിടെയാണോ ജീവിക്കുന്നത് അവിടുത്തെ സംസ്കാരം കൂടി അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നാണ്, വ്യക്തിത്വ രൂപീകരണത്തിന് അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നാണ് യങ്ങർ വിശ്വസിച്ചത്. സം പീപ്പിൾ ഐഡന്റിഫൈ ആസ് സിംപ്ലി അമേരിക്കൻ വൈൽ അതർ ഹോൾഡ് ഓൺ ടു their ethnic roots. Hispanic, African or Asian American, some Native Americans still prefer their traditional village life and leadership roles. ചില ആളുകൾ കേവലം അമേരിക്കക്കാരാണെന്ന് തിരിച്ചറിയുന്നു. അവർ അവരുടെ വംശീയ വേരുകൾ മുറുകെ പിടിക്കുന്നു. ഞങ്ങൾ ശരിക്കും അമേരിക്കയിൽ ജീവിക്കുന്നുണ്ട്, അമേരിക്കക്കാരാണ്, പക്ഷേ എങ്കിൽ പോലും എന്താണ്, അവർ അവരുടെ വംശീയ വേരുകൾ മുറുകെ പിടിക്കുന്നുണ്ട്. ഉദാഹരണം, ഹിസ്പാനിക്, ആഫ്രിക്കൻ അല്ലെങ്കിൽ ഏഷ്യൻ അമേരിക്കൻ, നമ്മുടെ നാട്ടിൽ ഏഷ്യയിലുള്ള ആൾക്കാർ, ആഫ്രിക്കൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ
പഴയ പാരമ്പര്യം അവരുടെ നാട്ടിൽ നിന്ന് അവർ പഠിച്ച സംസ്കാരവും പിന്തുടരുന്നുണ്ടെന്നാണ് പറയുന്നത്. ചില തദ്ദേശീയരായ അമേരിക്കക്കാർ ഇപ്പോഴും അവരുടെ പരമ്പരാഗത ഗ്രാമീണ ജീവിത നേതൃത്വം റോളുകളും ഇഷ്ടപ്പെടുന്നത്. ചില തദ്ദേശീയരായ അമേരിക്ക എന്ന് പറയുന്നത് അത്രയ്ക്കും വികസിതപരമായിട്ടുള്ള മോഡേൺ ലൈഫ് സ്റ്റൈലാണ് കാണുന്നത്. പക്ഷെ എങ്കിൽ പോലും അമേരിക്കയിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, പരമ്പരാഗത ഗ്രാമീണ ജീവിതവും നേതൃത്വമായിട്ടുള്ള റോഡുകളും ഇഷ്ടപ്പെടുന്ന ആൾക്കാരും അവിടെ ജീവിക്കുന്നുണ്ട്. ആ സംസ്കാരം പുലർത്തുന്ന ആൾക്കാരും അമേരിക്കയിലുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഐഡന്റിറ്റി കോൺഫ്ലിക്റ്റ് ആണ് കേട്ടോ. Sometimes how people see themselves and how others see them do not match. For example, in Northeast India or Kashmir, some groups see themselves as a part of a particular identity, but others do not accept them. Also, strong group bonds can stop people from fully blending into a new society. ഐഡന്റിറ്റി വൈരുദ്ധ്യങ്ങൾ ചിലപ്പോൾ ആളുകൾ സ്വയം എങ്ങനെ കാണുന്നു എന്നതും മറ്റുള്ളവർ അവരെ എങ്ങനെ കാണുന്നു എന്നതും പൊരുത്തപ്പെടണമില്ല. അതായത് നമ്മൾ നമ്മളെ കാണുന്ന രീതിയിൽ മറ്റുള്ളവർ നമ്മളെ അതേ രീതിയിൽ തന്നെ കണ്ടോളണം എന്നില്ല എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് വടക്ക് കിഴക്കൻ ഇന്ത്യയിലോ കാശ്മീരിലോ ചില ഗ്രൂപ്പുകൾ തങ്ങളെ ഒരു പ്രത്യേക സ്വത്വത്തിന്റെ ഭാഗമായിട്ട് കാണുന്നത്. ഞങ്ങൾക്ക് പ്രത്യേക ഒരു ഐഡന്റിറ്റി ഉണ്ട് എന്നുള്ള ഒരു ലെവലിലാണ് അവരെ കാണുന്നത്. എന്നാൽ മറ്റുള്ളവർ അവരെ എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. കാശ്മീരിലുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ കുറച്ചുകൂടെ മറ്റൊരു തരത്തിൽ ഐഡന്റിറ്റി ഉള്ള ആൾക്കാരാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ജമ്മു കാശ്മീരിലൊക്കെ ഉള്ളവർക്ക് അവർക്ക് പ്രത്യേക അവകാശങ്ങളും അധികാരങ്ങളൊക്കെ ഉള്ള ആൾക്കാരല്ലേ, അവരങ്ങനെ അവരെ കാണുന്നുണ്ട്. പക്ഷെ എന്താണ്, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നില്ല, അത് അംഗീകരിക്കുന്നില്ല. കൂടാതെ ശക്തമായ ഗ്രൂപ്പ് ബോണ്ടുകൾക്ക് ആളുകളെ ഒരു പുതിയ സമൂഹത്തിലേക്ക് പൂർണ്ണമായിട്ട് ലയിപ്പിക്കുന്നത് തടയാൻ കഴിയുകയും ചെയ്യുമെന്നാണ്. പൂർണ്ണമായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ബോണ്ടുകൾക്ക്, ഒരു ബന്ധങ്ങൾക്ക് എന്താണ്, ആളുകളെ ഒരു പുതിയ സമൂഹത്തിലേക്ക് പൂർണ്ണമായി ലയിപ്പിക്കുന്നത് തടയാൻ കഴിയും. നമ്മുടെ രാജ്യവുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരമായിട്ട് അത്രയേറെ നമുക്കൊരു ബോണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു സംസ്കാരം നമ്മളെ മാറ്റത്തിലേക്ക് നയിക്കുന്നില്ല. മറ്റൊരു സംസ്കാരം അല്ലെങ്കിൽ പുതിയൊരു സംസ്കാരം എന്ത് ചെയ്യുന്നില്ല, നമ്മളെ മാറ്റത്തിലേക്ക് നയിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അടുത്ത നമ്മുടെ ഹെഡിങ് 23.5 ഐഡന്റിറ്റി ഇൻ സോഷ്യോളജിക്കൽ തിയറി. സോഷ്യോളജിക്കൽ തിയറിയിലെ ഐഡന്റിറ്റീസിനെ കുറിച്ചാണ് ഇനി അടുത്തത് പറയുന്നത്. ലിൻഡൻസ് റോൾസ് തിയറി. ലിൻഡന്റെ റോൾ തിയറിയെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. എറിക്സൺ ഐഡിയാസ് അബൌട്ട് ഐഡന്റിറ്റി were widely recognized, but sociologists also played a key role in shaping identity theories. Ralph Linden introduced role theory, explaining that people identify with roles based on their social status. Identity is not just personal but also shaped by how individuals act in different roles. ലിൻഡന്റെ റോൾ സിദ്ധാന്തം ഐഡന്റിറ്റിയെ കുറിച്ചുള്ള എറിക്സന്റെ ആശയങ്ങൾ പരക്കെ അംഗീകരിക്കപ്പെട്ടിരുന്നു. എന്നാൽ സാമൂഹിക ശാസ്ത്രജ്ഞനും സ്വത്ത് സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. റാൻഡ് ലിൻഡന്റെ റോൾ തിയറി അവതരിപ്പിച്ചു. റാൻഡ് ലിൻഡൻ അവതരിപ്പിച്ചു റോൾ തിയറി അവതരിപ്പിച്ചു. ആളുകൾ അവരുടെ സാമൂഹിക നിലയെ അടിസ്ഥാനമാക്കിയിട്ടാണ് റോളുകൾ തിരിച്ചറിയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഐഡന്റിറ്റി എന്നത് കേവലം വ്യക്തിപരം മാത്രമല്ല, വ്യക്തികൾ വ്യത്യസ്ത വേഷങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് രൂപപ്പെടുത്തുന്നത്. വ്യക്തികളെ വ്യത്യസ്ത വേഷങ്ങളിൽ, അതായത് വ്യത്യസ്ത സ്വഭാവങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഐഡന്റിറ്റി രൂപപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഒരു ഐഡന്റിറ്റി, ഒരു വ്യക്തിത്വമുള്ള ആൾക്ക് ഒരു വ്യക്തിത്വം മാത്രമല്ല, ഒട്ടനവധി വ്യക്തിത്വങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഓരോ സന്ദർഭത്തിനനുസരിച്ചും അയാളുടെ വ്യക്തിത്വത്തിലെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അല്ലെങ്കിൽ വ്യക്തിത്വം എന്നത് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണെന്നാണ് പറയുന്നത് അദ്ദേഹം. ആര് പറയുന്നത്? ലിൻഡന്റെ റോൾ തിയറിയിൽ പറയുന്നത്. Food's critique and motivation in identity. Food later criticized Linden's theory, saying it lacked motivation. He argued that identity should include personal choice and emotions, making it closer so its everyday meaning rather than just a structured social റോൾ. മെർട്ടൺ റെഫറൻസ്. ഫൂട്ടിന്റെ ഐഡന്റിറ്റിയിലെ വിമർശനവും പ്രചോദനവും പിന്നീട് ലിൻഡന്റെ സിദ്ധാന്തത്തെ വിമർശിച്ചു. അതിന് പ്രചോദനമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലിൻഡന്റെതിന് എന്തില്ല? പ്രചോദനമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഐഡന്റിറ്റിയിൽ വ്യക്തിപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പും വികാരങ്ങളും ഉൾപ്പെടുത്തണമെന്ന് അദ്ദേഹം വാദിച്ചു. ഇതൊരു ഘടനാപരമായ സാമൂഹിക പങ്ക് എന്നതിലുപരി അതിന്റെ ദൈനംദിന അർത്ഥങ്ങളിലേക്ക് അടുപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഘടനാപരമായിട്ടുള്ള ഒരു സാമൂഹിക പങ്ക് എന്നതിലുപരി ദൈനംദിന അർത്ഥങ്ങളിലേക്ക് അതിനെ അടുപ്പിക്കണമെങ്കിൽ എന്ത് വേണം? ഐഡന്റിറ്റിയിൽ വ്യക്തിപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പും വികാരങ്ങളും ഉൾപ്പെടുത്തണമെന്നാണ് ആര് വാദിച്ചത്? ഫൂട്ട് വാദിച്ചത്. Merton's references group theory in 1950s. Robert Merton and Alice S. Kidd introduced reference group theory.
Alice S. Kite introduced reference group theory, which explains that people shape their identity based on groups they related to or reject. This group influence a person's attitudes, values, and identity. Mertens further refined this idea in his book Social Theory and Social Structure, emphasizing that identity is strongly linked to social group. മെർട്ടന്റെ റെഫറൻസ് ഗ്രൂപ്പ് തിയറി 1950 റോബർട്ട് മെർട്ടനും ആലിസ് എസ് കിറ്റും റെഫറൻസ് ഗ്രൂപ്പ് സിദ്ധാന്തം അവതരിപ്പിച്ചു. ആളുകൾ അവർ ബന്ധപ്പെട്ടതോ നിരസിക്കുന്നതായിട്ടുള്ള ഗ്രൂപ്പുകളെ അടിസ്ഥാനമാക്കി അവരുടെ ഐഡന്റിറ്റി രൂപപ്പെടുത്തുമെന്ന് വിശദീകരിക്കും. ആളുകൾ അവരുടെ ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഒഴിവാക്കുന്നതായിട്ടുള്ള അവരുടെ ഗ്രൂപ്പുകളെ അടിസ്ഥാനമാക്കിയിട്ട് അവരുടെ ഐഡന്റിറ്റി രൂപപ്പെടുത്തുന്നു എന്ന് വിശദീകരിക്കുന്നു. അതായത് അവർ ജീവിക്കുന്ന ഒരു സംസ്കാരം അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരു ചുറ്റുപാടിന് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ആ ചുറ്റുപാട് അവർ ഇഷ്ടപ്പെടുന്ന ആ ചുറ്റുപാടിന് അനുകൂലമായിട്ടുള്ളതും അവർ വെറുക്കുന്ന ആ ഒരു ചുറ്റുപാടിനെതിരായിട്ടുള്ള ഞാൻ അതുപോലെ ആകില്ല അല്ലെങ്കിൽ ഞാൻ ആ ഒരു രീതിയിലോട്ട് പോകില്ല എന്നുള്ള ആ ഒരു തീരുമാനത്തിലൂടെയാണ് അവരുടെ ഐഡന്റിറ്റി രൂപപ്പെടുത്തുന്നതെന്ന് വിശദീകരിക്കുന്നു. ഈ ഗ്രൂപ്പുകൾ ഒരു വ്യക്തിയുടെ മനോഭാവം, മൂല്യങ്ങൾ, ഐഡന്റിറ്റി എന്നിവയെ സ്വാധീനിക്കുന്നു. മെർട്ടൻ തന്റെ സോഷ്യൽ തിയറി ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ എന്ന പുസ്തകത്തിൽ ഈ ഒരു ആശയത്തെക്കുറിച്ച് കൂടുതൽ പരിഷ്കരിച്ചിട്ടുണ്ട്. ഐഡന്റിറ്റി സാമൂഹിക ഗ്രൂപ്പുകളുമായിട്ട് ശക്തമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ഐഡന്റിറ്റി സാമൂഹിക ഗ്രൂപ്പുകളുമായിട്ട് കുടുംബവും ഇൻസ്റ്റിറ്റ്യൂഷനും നമ്മുടെ ബന്ധങ്ങളും എല്ലാതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഐഡന്റിറ്റി എന്നാണ് അദ്ദേഹം ഊന്നി പറയുന്നത്. ഐഡന്റിറ്റി ഇൻ സോഷ്യൽ ഇന്ററാക്ഷൻ. Sociologists believe identity is not just personal but socially given. People accept names, roles, and responsibilities based on how society sees as expert them to behave. Identity requires social approval and consistency, meaning it is shaped, supported, and maintained throughout interaction with others. Identity in social interaction എന്ന പുസ്തകത്തില് സോഷ്യലിസ്റ്റുകൾ വിശ്വസിക്കുന്നത് ഐഡന്റിറ്റി കേവലം എന്തല്ല വ്യക്തിപരം മാത്രമല്ല മറിച്ച് സാമൂഹികമായിട്ട് നൽകിയിരിക്കുന്ന ഒന്നാണെന്നാണ്. സമൂഹം അവർ എങ്ങനെ പെരുമാറുന്നുവെന്നും അവർ എങ്ങനെ പെരുമാറുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അടിസ്ഥാനമാക്കി പേരുകളും റോളുകളും ഉത്തരവാദിത്തങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. ഐഡന്റിറ്റിക്ക് സാമൂഹിക അംഗീകാരവും സ്ഥിരതയും ആവശ്യമാണ്. അതായത് മറ്റുള്ളവരുമായിട്ടുള്ള ആശയവിനിമയത്തിലൂടെ അത് രൂപപ്പെടുത്തുകയും പിന്തുണയ്ക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഐഡന്റിറ്റി എന്നത് ഒരു സമൂഹവുമായിട്ട് അത്രത്തോളം അടുത്ത് കിടക്കുന്നതാണ്. ഒരാളെ കാണാൻ എങ്ങനെ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ സമൂഹം നമ്മളെ എങ്ങനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നു എന്നതിനനുസരിച്ചാണ് ഓരോരുത്തരുടെയും ഐഡന്റിറ്റി രൂപപ്പെടുത്തുന്നത് എന്നാണ് പറയുന്നത്. അതിന് ആദ്യം മുതൽ തന്നെ നമ്മൾ പരീക്ഷണം നൽകുന്നുണ്ട്. ഒരു കുട്ടി ജനിക്കുമ്പോൾ അവർക്ക് ഇടുന്ന പേരുൾപ്പെടെ നമ്മൾ ആ ഒരു വ്യക്തി പേരൊക്കെ നമ്മൾ ഇടുമ്പോൾ നമ്മൾ അർത്ഥം നോക്കിയിട്ടല്ലേ ഇടുന്നത്. നല്ല അർത്ഥം നോക്കിയിട്ട് അർത്ഥങ്ങളൊക്കെ തെരഞ്ഞ് നമ്മുടെ അങ്ങനെയൊക്കെയാണ്. കാരണം ആ അർത്ഥത്തിനനുസരിച്ച് ആ ഒരു നന്മ നല്ല അർത്ഥങ്ങളുള്ള പേരുകളായിരിക്കും ഇടുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ ആ കുട്ടിയുടെ ഐഡന്റിറ്റി വ്യക്തിപരമായിട്ടുള്ള സ്വഭാവങ്ങൾ മാറി ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സ്വഭാവം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഐഡന്റിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ചെറുപ്പം മുതലേ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളൊരു കുട്ടിയെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ആശയവിനിമയത്തിലൂടെ അത് രൂപപ്പെടുത്തുകയും പിന്തുണയ്ക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുമുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സോഷ്യോളജിക്കൽ തിയറിയിലെ ഐഡന്റിറ്റിയെ കുറിച്ചിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത നമ്മുടെ ഹെഡിങ് 23.6 മൾട്ടിപ്പിൾ ഐഡന്റിറ്റീസ് എന്നുള്ളതാണ് കേട്ടോ. മൾട്ടിപ്പിൾ ഐഡന്റിറ്റീസ് എന്നുള്ള ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. നിരവധി ഐഡന്റിറ്റി, ഒന്നിലധികം ഐഡന്റിറ്റീസിനെ കുറിച്ചിട്ടാണ് ഈ മൾട്ടിപ്പിൾ ഐഡന്റിറ്റീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ഐഡന്റിറ്റീസ് ആൻഡ് സോഷ്യൽ ബിലോങ്ങിങ്. People have many identities. Modern identities theories agree that people have multiple identities which can sometimes conflict or complement each other. ആളുകൾ നിരവധി ഐഡന്റിറ്റികൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ആളുകൾക്ക് ഒന്നിലധികം ഐഡന്റിറ്റികൾ ഉണ്ടെന്ന് ആധുനിക ഐഡന്റിറ്റി സിദ്ധാന്തങ്ങൾ സമ്മതിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ പരസ്പര വിരുദ്ധമോ പരസ്പര പൂരകമോ ആകാം. അതായത് അയാളുടെ ആ ഒരു സ്വഭാവത്തിന്, അയാളുടെ ആ വ്യക്തിത്വത്തിന് വിരുദ്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ ആ വ്യക്തിത്വത്തിനുമായിട്ട് ചേർന്ന് പോകുന്നതാകാം. ഒരാളെ കാണുമ്പോ ഒരാളുടെ പെരുമാറ്റം കാണുമ്പോ ഇയാൾ ഇങ്ങനെയായിരുന്നില്ലല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോലെ. ചിലരുടെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കല്ലോ. അയാളുടെ ആ ഒരു വ്യക്തിത്വത്തിൽ നിന്ന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഇപ്പോ നമ്മുടെ ചുറ്റുപാട് ജീവിക്കുന്ന ഒരാൾക്കാർ പെട്ടെന്ന് വലിയ എന്തെങ്കിലും അക്രമങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്താണ്, അയാളുടെ വ്യക്തിത്വത്തിൽ നിന്ന് എതിരായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം അയാൾ ചെയ്യുമ്പോൾ അതെന്താണ്, അയാളുടെ വ്യക്തിത്വത്തിന് പരസ്പര വിരുദ്ധമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന അയാളുടെ വ്യക്തിത്വത്തിൽ നിന്ന് അത് വിരുദ്ധമാണ്.
ഒരുപാട് വ്യത്യാസമുള്ള ഒരു വ്യക്തിത്വമാണ് അല്ലെങ്കിൽ സ്വഭാവമായിരുന്നു അയാളുടെ അവിടെ കാണിച്ചത്. ഇതുപോലെ അല്ലെങ്കിൽ പരസ്പര പൂരകമോ ആകാം എന്നാണ് പറയുന്നത്. യെഞ്ചർ എക്സ്പ്ലെയിൻസ് ദിസ് യൂസിങ് concentric circles where smaller personal identities like family fit within larger ones like a community or society. Identity shift based on situations or events. കേന്ദ്രീകൃത സർക്കിളുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, യങ്ങർ ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. അവിടെ ചെറുതും വ്യക്തിത്വപരമായിട്ടുള്ള ഐഡന്റിറ്റികൾ, കുടുംബം പോലുള്ളവ, വലിയവയിൽ സമൂഹം അല്ലെങ്കിൽ സമൂഹം യോജിക്കുന്നു. ആ സാഹചര്യങ്ങളെയോ സംഭവങ്ങളെയോ അടിസ്ഥാനമാക്കിയുള്ള ഐഡന്റിറ്റി ഷിഫ്റ്റുകളാണ് അവിടെ സംഭവിക്കുന്നത്. കേന്ദ്രീകൃത സർക്കിളുകൾ ഉപയോഗിച്ച് ഇത് വിശദീകരിക്കുന്നുണ്ട്. സാഹചര്യങ്ങളെയോ സംഭവങ്ങളെയോ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഐഡന്റിറ്റി ഷിഫ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മനുഷ്യനിൽ ഉണ്ടാകുന്നുണ്ട്, ഓരോരുത്തരിലും ഓരോ വ്യക്തിയിലും ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതിനെയാണ് ഐഡന്റിറ്റി ഷിഫ്റ്റുകൾ എന്ന് പറയുന്നത്. കോർ ആൻഡ് പെരിഫറൽ ഐഡന്റിറ്റീസ്. Mehta studied how people in India balance multiple identities. She introduced core identity, deep sense of belonging into group, and peripheral identities, less visible, expressed only in certain situations like during a crisis. കോർ പെരിഫറൽ ഐഡന്റിറ്റിയിൽ മെഹ്ത പറയുന്നത് ഇന്ത്യയിലെ ആളുകൾ എങ്ങനെയാണ് ഒന്നിലധികം ഐഡന്റിറ്റി സന്തുലിതമാക്കുന്നത് എന്നാണ്. ഇന്ത്യയിലെ ആളുകൾക്ക് ഒന്നിലധികം ഐഡന്റിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് അവർക്ക് സന്തുലിതമാക്കുന്നത് എന്നാണ് അദ്ദേഹം പഠിച്ചത്. അവർ കോർ ഐഡന്റിറ്റി ഒരു ഗ്രൂപ്പിൽ പെട്ടവരാണെന്ന് ആഴത്തിലുള്ള ബോധം, ബോധവും പെരിഫറൽ ഐഡന്റിറ്റി കുറച്ച് ദൃശ്യമാണ്, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലെ ചില സാഹചര്യങ്ങൾ മാത്രം പ്രകടിപ്പിക്കുന്നു. ഇന്ത്യയിലുള്ള ആൾക്കാര് നാനാത്വത്തിൽ അധിഷ്ഠിതമാണ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിലുള്ള ആളുകൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പിൽ പെട്ടവരാണെന്ന് ആഴത്തിലുള്ള ബോധം ഉണ്ടാവും. അവർ ഏതെങ്കിലും ഒരു വംശീയമായിട്ടുള്ള ഗ്രൂപ്പുകളിൽ പെട്ടവരാണെന്ന് ബോധം ഉണ്ടാവും. ഇനിയിപ്പോ അത് മതപരമായിക്കോട്ടെ, ഒരു മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, താൻ ആ ഒരു ഗ്രൂപ്പിൽ പെട്ട ആളാണെന്നുള്ള സ്വന്തമായിട്ടുള്ളതും ആഴത്തിലുള്ളതുമുള്ള ബോധം അയാൾക്കുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്, കോർ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അടുത്തത് പെരിഫറൽ ഐഡന്റിറ്റി ആണ്, കുറച്ച് ദൃശ്യമായിട്ടുള്ളത്. അത് പക്ഷെ പ്രത്യക്ഷത്തിൽ എന്തില്ല, അവർ അത് കാണിക്കുന്നില്ല. എന്താണ് അത് കാണിക്കണം, അത് തന്റെ വ്യക്തിത്വമായിട്ട് അവർ കൊണ്ട് നടക്കുന്നില്ല. മതപരമായിട്ടുള്ള സംഭവങ്ങൾ കാണിക്കണം, അങ്ങനെ പെരുമാറുക, മതാടിസ്ഥാനത്തിൽ മതപരമായിട്ട് പെരുമാറുക, തന്റെ മതത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ തന്റെ ഗ്രൂപ്പിലുള്ളവർ മാത്രം ഇടപഴകുക എന്നുള്ള ആ ഒരു രീതി അവർ കാണിക്കുന്നില്ല. അതിനെയാണ് പെരിഫറൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ മാത്രം ആണ് അവർ അതിനെ പ്രകടിപ്പിക്കുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ അവർ എന്തിനെയാണോ ഗ്രൂപ്പായിട്ട് അടിസ്ഥാനപരമായിട്ട് തിരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംസ്കാരത്തെ അല്ലെങ്കിൽ ഒരു ആദർശത്തെ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമാണ് അവർ പ്രകടിപ്പിക്കുക. അല്ലാത്ത സമയത്തൊക്കെ അവരെല്ലാവരും എല്ലാ സമൂഹങ്ങളിലോടും ബന്ധപ്പെട്ട് എല്ലാ വ്യക്തികളോടും ഒരുപാട് പെരുമാറി ഒരുപോലെ ജീവിക്കുന്ന ഒരു വ്യക്തിത്വം ആണ് ആർക്കുള്ളത്, ഇന്ത്യയിലുള്ളത് എന്നാണ് പറയുന്നത്. ഇതിനെയാണ് പെരിഫറൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. പുറമേയുള്ള ആ ഒരു പ്രകടമാക്കുന്ന ഭാഗം എല്ലാവരോടും സന്തുലിതമായിട്ടും സ്വാതന്ത്ര്യത്തോടും ഫ്രീ ആയിട്ടുമാണ് ഇടപഴകുന്നത് എന്നാണ് പറയുന്നത്. ഐഡന്റിറ്റി ആൻഡ് അസിമിലേഷൻ. അടുത്തത് പറയുന്നത് ഐഡന്റിറ്റിയും അസിമിലേഷൻ ആണ് പറയുന്നത്. സ്വാംശീകരണവും. യിങ്ങർ പറയുന്നത്, യിങ്ങർ and other scholars explain that the people from different groups can merge into a shared society. However, integration doesn't always mean acceptance. A dominant group may exclude minorities, while smaller groups may try fit in by adopting by the ഡൊമിനന്റ് ഐഡന്റിറ്റിയും സ്വാംശീകരണവും. മറ്റു പണ്ഡിതന്മാർ വിവിധ ഗ്രൂപ്പുകളിൽ നിന്നുള്ള ആളുകൾക്ക് ഒരു പങ്കിട്ട സമൂഹത്തിൽ ലയിക്കാൻ കഴിയുമെന്ന് വിശദീകരിക്കുന്നു. മറ്റു പണ്ഡിതന്മാർ എന്താണ്, വിവിധ ഗ്രൂപ്പുകളിലുള്ള ആളുകൾക്ക് ഒരു പങ്കിട്ട സമൂഹത്തിൽ ലയിക്കാൻ കഴിയുമെന്ന് വിശദീകരിക്കുന്നു. വിവിധ ഗ്രൂപ്പുകളിൽ പെട്ടവരാണെങ്കിലും അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുമിച്ചുള്ള ഒരു ഗ്രൂപ്പിൽ ലയിക്കാൻ കഴിയുമെന്ന് വിശദീകരിക്കുന്നു. ഒരേ ചിന്താഗതിയുള്ള ഒരു ഗ്രൂപ്പിൽ ലയിക്കാൻ കഴിയും. എന്നിരുന്നാലും സംയോജനം എല്ലായ്പ്പോഴും സ്വീകാര്യതയെ അർത്ഥമാക്കുന്നില്ല. സംയോജനം എന്താണ്, എല്ലായ്പ്പോഴും എന്ത് ചെയ്യുന്നില്ല, സ്വീകാര്യതയെ അർത്ഥമാക്കുന്നില്ല. ഒരു പ്രബല ഗ്രൂപ്പ് ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കിയേക്കാം. അതേസമയം ചെറിയ ഗ്രൂപ്പുകൾ ആധിപത്യ സ്വത്വം സ്വീകരിച്ച് പൊരുത്തപ്പെടാനും ശ്രമിച്ചേക്കാം എന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു പാർട്ടിപരമായിട്ടുള്ള ഗ്രൂപ്പ് തന്നെ നോക്കി, ആ ഒരു പാർട്ടിയിൽ എന്തൊക്കെ മതത്തിൽപ്പെട്ടവരുണ്ടാവും, എന്തൊക്കെ ആശയങ്ങൾ, എന്തൊക്കെ ബന്ധങ്ങളുള്ളവരുണ്ടാവും, ഏതൊക്കെ ഗ്രൂപ്പുകളുണ്ടാവും, അതൊന്നും എന്ത് ബാധകമല്ല, ഒരു പാർട്ടിയിൽ ബാധകമല്ല. ആ പാർട്ടിയുടെ ആദർശങ്ങളെ പിന്തുടരുന്ന ആരായാലും എന്തുണ്ട്, ആ പാർട്ടിയിൽ പ്രവേശനമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് എപ്പോഴും സ്വീകാര്യപ്രദമല്ല എന്നാണ് പറയുന്നത്. ഒരു പ്രബല ഗ്രൂപ്പ്, ഒരു പ്രബലമായിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു സാഹോദര്യ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സഹകരണ ഗ്രൂപ്പ് ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കി
ഒഴിവാക്കാനും ശ്രമിച്ചേക്കാം എന്നാണ് പറയുന്നത്. ചെറിയ ഗ്രൂപ്പുകൾ ആധിപത്യം സ്വത്വം പൊരുത്തപ്പെടാനും സ്വീകരിച്ചേക്കാം. ആ ഒരു ന്യൂനപക്ഷങ്ങൾ സ്വത്വമായിട്ട് നിലനിൽക്കാനും അല്ലെങ്കിൽ എവിടെയും ചേർക്കപ്പെടാത്തത് കൊണ്ട് തന്നെ അവർ അവരുടേതായ രീതിയിൽ നിലനിൽക്കാനും ശ്രമിച്ചേക്കാം എന്നാണ് പറയുന്നത്. ഹൗ ഐഡന്റിറ്റി ഫോംഡ്, എങ്ങനെയാണ് ഐഡന്റിറ്റി ഫോം ചെയ്തത് എന്നാണ് അടുത്ത് പറയുന്നത് കേട്ടോ. ഇൻ സ്റ്റേറ്റസ് ഐഡന്റിറ്റി ക്യാൻ ബി ഇൻഹെറിറ്റഡ്, ചൂസൺ, അസൈൻഡ് ഓർ ഇൻഫെർഡ്. Some ethnic identities require active efforts to maintain, like following traditions or using cultural symbols. Sometimes outsiders define identity through stereotypes, laws or social barriers. Identity പാരമ്പര്യമായിട്ട് ലഭിക്കാം, തിരഞ്ഞെടുക്കാം. ഐഡന്റിറ്റി എന്നത് എന്താണ്? പാരമ്പര്യമായിട്ടും ലഭിക്കും, തിരഞ്ഞെടുക്കുകയും ചെയ്യാം. അസൈൻ ചെയ്യപ്പെടാം അല്ലെങ്കിൽ അനുമാനിക്കാം എന്ന് ഇങ്ങർ പറയുന്നു. ചില വംശീയ ഐഡന്റിറ്റികൾ നിലനിർത്താൻ സജീവമായിട്ടുള്ള പാരമ്പര്യം ആവശ്യമാണെന്നാണ് പറയുന്നത്. ചില വംശീയ ഐഡന്റിറ്റികൾ നിലനിർത്താൻ എന്താണ്? സജീവമായിട്ടുള്ള പരിശ്രമം ആവശ്യമാണ്. പാരമ്പര്യങ്ങൾ പിന്തുടരുകയോ സാംസ്കാരിക ചിഹ്നങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ സ്റ്റീരിയോ ടൈപ്പുകൾ, നിയമങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക തടസ്സങ്ങൾ എന്നിവയുടെ പുറത്തുള്ളവർ ഐഡന്റിറ്റി നിർവചിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഐഡന്റിറ്റി ആൻഡ് സോഷ്യൽ ചേഞ്ച്. ഇനി അടുത്തത് പറയുന്നത് ഐഡന്റിറ്റി and social change-നെ കുറിച്ചാണ്. Nesbitt argues that when people feel disconnected from the government or society, they turn into ethnic, religious or cultural communities for belonging. This can create new identities, movements that challenge existing political structures. വ്യക്തിത്വം, സാമൂഹിക മാറ്റവും ഗവൺമെന്റിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ആളുകൾ വിച്ഛേദിക്കപ്പെടുമ്പോൾ അവർ വംശീയമോ മതപരമോ സാംസ്കാരികമോ ആയിട്ടുള്ള സമൂഹങ്ങളിലേക്ക് തിരിയുന്നുവെന്ന് ഡിസ്ബറ്റ് വാദിക്കുന്നു. നിലവിലുള്ള രാഷ്ട്രീയ ഘടനകളെ വെല്ലുവിളിക്കുന്ന പുതിയ സ്വത്വ പ്രസ്ഥാനങ്ങൾ സൃഷ്ടിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന് കഴിയും എന്നാണ് പറയുന്നത്. സോ വ്യക്തിത്വം, സാമൂഹിക മാറ്റവും ഗവൺമെന്റിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് ആളുകൾ വിച്ഛേദിക്കപ്പെടുമ്പോൾ അവർ വംശീയപരമായിട്ടും മതപരമായിട്ടുള്ള സാംസ്കാരികമായ സമൂഹങ്ങളിലേക്ക് തിരിയുന്നു. അതായത് ഗവൺമെന്റിൽ നിന്ന്, അത് വ്യക്തികളിൽ നിന്നും സമൂഹ മാറ്റങ്ങളിൽ നിന്നും ഗവൺമെന്റിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ആളുകൾ വിച്ഛേദിക്കപ്പെടുമ്പോൾ ആളുകൾ അകന്നു നിൽക്കുക. സമൂഹങ്ങളിൽ നിന്നും അതുപോലെ വ്യക്തികളിൽ നിന്നും ഗവൺമെന്റിൽ നിന്നൊക്കെ ആളുകൾ അകന്നു നിൽക്കുക, അതിനോടൊന്നും താല്പര്യമില്ലാത്തവർ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മറ്റുള്ളവർ അവരെ പുലർത്താത്തവർ എന്ന് പറയാം. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്താണ്? വംശീയമോ മതപരമോ സാംസ്കാരികമായിട്ടുള്ള സമൂഹങ്ങളിലേക്ക് തിരിയുന്നു. അവർക്ക് എന്തായിരിക്കും? പാരമ്പര്യമായിട്ടുള്ള പുതിയ പുതിയ ആശയങ്ങളോട് താല്പര്യമില്ലാത്തവർ ആ പഴമയിലേക്ക് തന്നെ തിരിയും എന്നാണ് പറയുന്നത്. സാംസ്കാരികമായിട്ടും പാരമ്പര്യമായിട്ടുള്ള അങ്ങനെയുള്ള വംശീയ ഗ്രൂപ്പുകൾ മാത്രമായിട്ട് ഒതുങ്ങി നിന്ന് അവർക്ക് എന്താണ്? ആ ഒരു രീതിയിലുള്ള ഐഡന്റിറ്റി ആയിട്ടും രൂപപ്പെടുക എന്നാണ് പറയുന്നത്. സമൂഹങ്ങളെ തിരിച്ചറിയുന്ന ഡിസ്പെറ്റ് വാദിക്കുന്നു. നിലവിലുള്ള രാഷ്ട്രീയ ഘടനകളെ വെല്ലുവിളിക്കുന്ന പുതിയ സ്വത്വ പ്രസ്ഥാനങ്ങൾ സൃഷ്ടിക്കാൻ എന്ത് ചെയ്യും? ഇതിന് കഴിയും. നിലവിലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ ഇപ്പൊ നിലനിൽക്കുന്ന ഒന്നിനോടും താല്പര്യമില്ലാത്തവർ പുതിയ രീതികൾ, അവർ വിശ്വസിക്കുന്ന കാര്യങ്ങളിലുള്ള പുതിയ രീതികളിലൂടെ അവർ പുതിയ പുതിയ പ്രസ്ഥാനങ്ങൾ അല്ലെ പുതിയ പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ഡിസ്പെറ്റ് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത നമ്മുടെ ഹെഡിങ് 23.7 നാഷണൽ ക്യാരക്ടർ ആൻഡ് ഐഡന്റിറ്റി സ്റ്റഡീസ് ആണ്. നാഷണൽ ക്യാരക്ടർ ആൻഡ് ഐഡന്റിറ്റി സ്റ്റഡീസ്, ദേശീയ സ്വഭാവവും അതുപോലെ തന്നെ വ്യക്തിത്വ പഠനവും എന്നാണ് പറയുന്നത്. ദേശീയ സ്വഭാവവും വ്യക്തിത്വ പഠനവും. ഐഡന്റിറ്റി ആഫ്റ്റർ വേൾഡ് വാർ ടു. വേൾഡ് വാർ ടുവിന് ശേഷമുള്ള ഐഡന്റിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ആഫ്റ്റർ വേൾഡ് വാർ ടു many countries changed their borders and new nations were created. Governments wanted people to feel loyal to their new countries. Many people also moved to different places, which means they had to adjust new identities. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പല രാജ്യങ്ങളും അവരുടെ അതിർത്തികൾ മാറ്റി പുതിയ രാജ്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ആളുകൾ തങ്ങളുടെ പുതിയ രാജ്യങ്ങളോട് വിശ്വസ്തരായിരിക്കണമെന്ന് ഗവൺമെന്റുകൾ ആഗ്രഹിച്ചു. പുതിയ രാജ്യത്തിലുള്ള ആ പുതിയ രാജ്യത്തിനോട് വിശ്വാസ്യത പുലർത്തണമെന്ന് ഗവൺമെന്റുകൾ ആഗ്രഹിച്ചു. പലരും പല സ്ഥലങ്ങളിലേക്കും മാറി മാറി താമസിച്ചു. എപ്പോ? വേൾഡ് വാറിന് ശേഷം. അതിനർത്ഥം അവർക്ക് പുതിയ ഐഡന്റിറ്റികളുമായിട്ട് പൊരുത്തപ്പെടേണ്ടതുണ്ടായിരുന്നു. പുതിയ പുതിയ നാട്ടുകളിൽ എത്തിയപ്പോൾ പുതിയ പുതിയ സംസ്കാരങ്ങളിലാണ് അവർ പോയി പെട്ടത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഐഡന്റിറ്റി മാറ്റം വരുത്തേണ്ടത് ഉണ്ടായിരുന്നു. സ്റ്റഡിയിങ് നാഷണൽ ഐഡന്റിറ്റി. നാഷണൽ ഐഡന്റിറ്റിയെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. ആന്ത്രോപോളജിസ്റ്റ് ലൈക്ക് മാർഗരറ്റ് മെഡ് ആൻഡ് Ruth Benedict studied how culture shapes national identity, made book and keep your power dry, and
The Christiachumum and the Sword 1946 explained how different societies develop shared values and behaviors. Erik Erikson later used these ideas to study personal and group identities. Margaret Mather, Ruth ബെനഡിക്റ്റ് തുടങ്ങിയ നരവംശ ശാസ്ത്രജ്ഞർ സംസ്കാരം ദേശീയ സ്വത്വത്തെ എങ്ങനെ രൂപപ്പെടുത്തുമെന്ന് പഠിച്ചു. സംസ്കാരം എന്നത് ദേശീയ സ്വത്വത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നാണ് പഠിച്ചത്. മേഡിന്റെ ആൻഡ് കീപ് യുവർ പൗഡർ ഡ്രൈ, ബെനഡിക്റ്റിന്റെ ദി ക്രിസ്തുമം ആൻഡ് ദി വാർ എന്ന പുസ്തകങ്ങളിലെ വിവിധ സമൂഹങ്ങൾ പങ്കിട്ട മൂല്യങ്ങളും പെരുമാറ്റങ്ങളും എങ്ങനെ വികസിപ്പിക്കുന്നു എന്ന് വിശദീകരിക്കുന്നുണ്ട്. എരിക് എറിക്സന്റെ പിന്നീട് വ്യക്തിപരവും ഗ്രൂപ്പ് ഐഡന്റിറ്റിയും പഠിക്കാൻ എന്ത് ചെയ്തു, ഈ ആശയങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു. ഐഡന്റിറ്റി സ്റ്റഡീസ് became popular. Over time, people stopped using the term national character and the study of identity became popular in the fields like politics, history, psychology and sociology. കാലക്രമേണ ആളുകൾ ദേശീയ സ്വഭാവം എന്ന പദം ഉപയോഗിക്കുന്നത് നിർത്തി. രാഷ്ട്രീയം, ചരിത്രം, മനഃശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ സ്വത്വ പഠനം എന്തായത് പ്രചാരത്തിലായി എന്നാണ് പറയുന്നത്. അതായത് ഐഡന്റിറ്റി സ്റ്റഡി എന്നതാണ് പിന്നീട് പ്രചാരത്തിൽ. ആദ്യം എന്തായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്? നാഷണൽ ക്യാരക്ടർ എന്നാണ് ഐഡന്റിറ്റിക്ക് പകരം. ഒരാളുടെ സ്വത്വത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ദേശീയ സ്വത്വത്തെ രൂപപ്പെടുത്തുന്ന കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, സാമൂഹികപരമായിട്ടുള്ള, ഇപ്പൊ നമ്മളിപ്പോ ഐഡന്റിറ്റി എന്ന് പറഞ്ഞില്ലേ, ആ കാര്യങ്ങളൊക്കെ ആദ്യം എന്തായിരുന്നു നാഷണൽ ക്യാരക്ടർ എന്നാണ് പറഞ്ഞത്. പിന്നീട് അത് ഐഡന്റിറ്റി എന്ന വാക്ക് വന്നതോടുകൂടി അത് പ്രചാരത്തിൽ നിന്ന് ഒഴിവായി എന്നാണ് പറയുന്നത്. പേഴ്സണൽ വേഴ്സസ് സോഷ്യൽ ഐഡന്റിറ്റിയെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. Researchers now study how people balance their personal identity, who they think they are, with their social identity, how society sees them. Sometimes these two identities conflict, making it hard for people to fit it. ആളുകൾ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഐഡന്റിറ്റി, അവർ ആരാണ് എന്ന് കരുതുന്ന കാര്യങ്ങൾ, അവരുടെ സാമൂഹിക ഐഡന്റിറ്റിയുമായിട്ട്, സമൂഹം അവരെ എങ്ങനെ കാണുന്നു എന്നതുമായിട്ട് സന്തുലിതമാക്കുന്നതിന് ഗവേഷകർ ഇപ്പോൾ പഠിക്കുന്നു. ചിലപ്പോൾ ഈ രണ്ട് ഐഡന്റിറ്റികളും വൈരുദ്ധ്യം ഉണ്ടാക്കുകയും ചെയ്യും. ഇത് ആളുകൾക്ക് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഈ രണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ കുറിച്ച് എങ്ങനെയാണോ കാണുന്നത് അതുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ ചുറ്റുള്ളവർ കാണുക, അല്ലെങ്കിൽ ചുറ്റുള്ളവർ എങ്ങനെയാണോ നമ്മളെ കുറിച്ച് കാണുന്നത് ചിലപ്പോൾ അതായിരിക്കില്ല ചിലപ്പോൾ നമ്മൾ എന്നാണ് പറയുന്നത്. ഇത് പൊരുത്തപ്പെടാൻ എന്താണ് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. രണ്ടും കൂടെ ഒരുമിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത് കേട്ടോ. സോ അടുത്തത് അറ്റ് ലാസ്റ്റ് 23.8 കൺക്ലൂഷൻ ആണ് പറയുന്നത്. ടോക്യോയിലെ ആൻഡ് individualism. Alexis de Tocqueville talked about how people focused on themselves and withdrew from society. He called this individualism but did not use terms like identity or identity crisis. ആളുകൾ തങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സമൂഹങ്ങളിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നതിനെ കുറിച്ച് അലക്സി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിനെ വ്യക്തിവാദം എന്ന് വിളിച്ചു. എന്നാൽ സ്വത്വം അല്ലെങ്കിൽ സ്വത്വ പ്രതിസന്ധി തുടങ്ങിയ പദങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അയാളുടെ വ്യക്തിവാദം എന്നാണ് ആളുകൾ തങ്ങളിൽ മാത്രം ശ്രദ്ധീകരിക്കുകയും സമൂഹത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നതിന് എന്താണ് അദ്ദേഹം പറഞ്ഞത്? സ്വത്വബോധം എന്നാണ് പറഞ്ഞത്. Identity changes after World War II. After World War II, many countries gained independence and national borders changed. People migrate to survive, which create tensions between locals and newcomers. People began identifying more strongly with their religion, language or race, creating divisions in society. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പല രാജ്യങ്ങളും സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ട്. ദേശീയ അതിർത്തികൾ മാറി. അതിജീവനത്തിനായിട്ട് ആളുകൾ കുടിയേറ്റങ്ങൾ നടത്തി. ഇത് നാട്ടുകാരും പുതുമുഖങ്ങൾ തമ്മിൽ സംഘർഷം സൃഷ്ടിച്ചു. ഇത് നാട്ടുകാരും പുതിയതായിട്ട് അതായത് കുടിയേറി വന്നവരുമായിട്ടുള്ള സംഘർഷങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ആളുകൾ അവരുടെ മതം, ഭാഷ അല്ലെങ്കിൽ വംശം എന്നിവയുമായിട്ട് കൂടുതൽ ശക്തമായിട്ട് തിരിച്ചറിയാൻ തുടങ്ങി. സമൂഹത്തില് ഇത് ഭിന്നതകൾ സൃഷ്ടിക്കുകയും ചെയ്തു. Nation building and identity. New countries and even old democracies like USA wanted people to adopt a national identity based on liberty, equality, and fraternity. Migrants were accepted to blend in with the local culture. Some scholars want their forcing people to fit in could create controlling societies where personal identities is lost. പുതിയ രാജ്യങ്ങളും USA പോലുള്ള പഴയ ജനാധിപത്യ രാജ്യങ്ങൾ പോലും ആളുകൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയിൽ അധിഷ്ഠിതമായിട്ടുള്ള ദേശീയ സ്വത്വം സ്വീകരിക്കാൻ ആഗ്രഹിച്ചു. കുടിയേറ്റക്കാർ പ്രാദേശിക സംസ്കാരമായിട്ട് ഇഴകിച്ചേരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു.
ആളുകളെ ഇണങ്ങിച്ചേരാൻ നിർബന്ധിക്കുന്നത് വ്യക്തിപരമായിട്ടുള്ള വ്യക്തിത്വം നഷ്ടപ്പെടുന്ന നിയന്ത്രിത സമൂഹങ്ങൾ സൃഷ്ടിക്കുമെന്ന് ചില പണ്ഡിതന്മാർ അന്ന് മുന്നറിയിപ്പ് നൽകുകയും ആളുകളെ നിർബന്ധിപ്പിച്ച് തങ്ങളുടെ സംസ്കാരത്തോട് യോജിപ്പിക്കുന്നത് അയാളുടെ വ്യക്തിത്വത്തിന് ബാധിക്കുമെന്ന് പണ്ഡിതന്മാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. മൈഗ്രേഷൻ ആൻഡ് ഐഡന്റിറ്റി സ്ട്രഗിൾസ്. മൈഗ്രേഷനും ഐഡന്റിറ്റി സ്ട്രഗിൾസിനെ കുറിച്ചാണ് പറയുന്നത്. കുടിയേറ്റവും ഐഡന്റിറ്റി സ്ട്രഗിൾസും. ജർമ്മൻ സ്കോളേഴ്സ് കോൾഡ് ദ Frankfurt School studied how migrant struggles with identity loss. Books like The Lonely Crowd and The Uprooted showed how people feel disconnected when they move to a new country. ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ എന്ന് വിളിക്കപ്പെടുന്ന ജർമ്മൻ പണ്ഡിതർ ഐഡന്റിറ്റി നഷ്ടവുമായിട്ട് കുടിയേറ്റക്കാർ എങ്ങനെ പോരാടുമെന്ന് പഠിച്ചു. കുടിയേറ്റക്കാർക്ക് ഉണ്ടാകുന്ന ഐഡന്റിറ്റി നഷ്ടത്തെക്കുറിച്ച് പഠിച്ചു. ദ ലോൺലി ക്രൗഡ്, ദ അപ്രൂട്ടഡ് തുടങ്ങിയ പുസ്തകങ്ങൾ ഒരു രാജ്യത്തേക്ക് മാറുമ്പോൾ ആളുകൾ എങ്ങനെ വിച്ഛേദിക്കപ്പെടുന്നു കാണിച്ചു തന്നു. അതായത് ഒരു രാജ്യത്തേക്ക് മാറുമ്പോൾ ആളുകൾ എങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള വിവേചനങ്ങൾ ഉണ്ടാകുമെന്ന്, ആ വിവേചനങ്ങൾ അയാളുടെ ഐഡന്റിറ്റിയെ ബാധിക്കുമെന്നും ആണ് അതിലൂടെ കാണിച്ചു തരുന്നത്. വാട്ട് ഇസ് ഐഡന്റിറ്റി? അറ്റ് ലാസ്റ്റ് എന്താണ് ഐഡന്റിറ്റി? Identity is a mix of personal, social and ego identity. It helps people understand who they are and where they belong. The next lesson will discuss how societies create and accept identity boundaries. വ്യക്തിത്വം, സാമൂഹികം, അഹംബോധം എന്നിവയുടെ മിശ്രിതമാണ് ഐഡന്റിറ്റി. വ്യക്തിത്വവുമായിട്ട് പേഴ്സണൽ ആയിട്ടുള്ള, സോഷ്യൽ ആയിട്ടുള്ളതും ഈഗോ പരമായിട്ടുള്ളതുമായിട്ടുള്ള മിശ്രിതമാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അവർ ആരാണെന്നും അവർ എവിടെയാണെന്നും മനസ്സിലാക്കാൻ ഇത് ആളുകളെ സഹായിക്കുന്നു. അവർ ആരാണെന്നും അവർ ഏത് തലത്തിലാണ് നിൽക്കുന്നത്, അവർ ഏത് തരത്തിലുള്ള ഐഡന്റിറ്റിയിലാണ് നിൽക്കുന്നത്, എവിടെയാണെന്ന് മനസ്സിലാക്കാൻ ആളുകളെ സഹായിക്കുന്നു. സമൂഹങ്ങൾ എങ്ങനെ സ്വത്തതിർവരമ്പുകൾ സൃഷ്ടിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നത് അടുത്ത പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യും എന്നാണ് പറയുന്നത്. അടുത്ത പാഠത്തില് ഐഡന്റിറ്റിയുടെ ബൗണ്ടറീസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റ് 23 നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ യൂണിറ്റ് 23 കൺസ്ട്രക്ഷൻ ഓഫ് ഐഡന്റിറ്റീസിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നമുക്ക് നമ്മുടെ യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ്സും കൂടെ ഒന്ന് നോക്കിയേക്കാം. Describe the search of identity, outline Erikson views on identity construction, explain identity and identification, discuss multiple identities with reference to national characters. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒബ്ജക്റ്റീവ് സൈഡിൽ നമ്മൾ പഠിച്ചത്. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. Thank you for watching my video. See you in the next class.